കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ യുവാവിന്റെ ദേഹത്തേക്ക് ബസ് കയറിയ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ നടപടി തുടങ്ങിയതായി വിവരമുണ്ട്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, അങ്ങേയറ്റം അശ്രദ്ധയിൽ ഈ ഡ്രൈവർ പെരുമാറി എന്നാണ് മനസ്സിലാകുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരുന്ന യുവാവിന് ജീവൻ തിരിച്ചു കിട്ടിയത്. ഇതിൽ മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ ഇന്ന് രാവിലെ ഈ ബസ് ഉണ്ടാക്കിയ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് നടപടിയിലേക്ക് കടന്നത്. ആദ്യഘട്ടത്തിൽ ഈ ബസിന്റെ ഡ്രൈവർ ആര് എന്നുള്ളത് വ്യക്തമല്ലായിരുന്നു. അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ് പ്രധാനമായും മോട്ടോർ വാഹന വകുപ്പ് നടത്തിയത്. അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബൈസൺവാലി സ്വദേശിയായ സിറിൽ വർഗീസ് ആണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്ന് കണ്ടെത്തുകയും ഈ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള നടപടികളുമാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ഡ്രൈവറുടെ അശ്രദ്ധയാണ് ഈ ഒരു അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. അതിലെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ആ കാര്യം വ്യക്തവുമാണ്. അവിടെ ഇരിക്കുകയായിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ഈ പിൻഭാഗത്ത് ഇരുന്ന സീറ്റ് പിന്നോട്ട് ചെരിഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ യുവാവിന്റെ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ കാലിന് ഒരു നേരിയ പരിക്ക് മാത്രമാണുള്ളത്. വാഴവരിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ വിദ്യാർത്ഥിയായിട്ടുള്ള വിഷ്ണുവാണ് ഈ അപകടത്തിൽ പെട്ടിരുന്നത്. ഈ കട്ടപ്പനയിൽ വന്ന ശേഷം തിരികെ വാഴവരിയിലെ ഈ സ്ഥാപനത്തിലേക്ക് പോകുന്നതിനായി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരുന്ന സമയത്താണ് ഈ ഡ്രൈവർ അശ്രദ്ധമായി ബസ് എടുക്കുന്ന സാഹചര്യമുണ്ട്. അതായത് മൂന്നാറിൽ നിന്ന് കട്ടപ്പനയിലേക്ക് എത്തിയ ബസ്സാണ്. കട്ടപ്പനയിൽ നിന്ന് തിരികെ നെടുങ്കണ്ടത്തേക്ക് പോകുന്നതിനായാണ് ഈ ബസ്സിലേക്ക് ഡ്രൈവർ കയറുന്നത്. അതിനുശേഷം ബസ് പിന്നോട്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിനിടെയാണ് ഈ ബസ് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏത് തരത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് നടക്കുള്ള കാര്യത്തിലെല്ലാം തന്നെ മോട്ടോർ വാഹന വകുപ്പ് വിശദമായ അന്വേഷണം നിലവിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വൈസൺവാലി സ്വദേശിയായ സിറിൽ വർഗീസിനോട് വ്യാഴാഴ്ച നേരിട്ട് ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുബിൻ, അതുപോലെ ഈ യുവാവിന്റെ വിഷ്ണുവിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഏതെങ്കിലും വിധത്തിൽ വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായോ? വിഷ്ണുവിന്റെ പരിക്ക് ഗുരുതരമല്ല. ഇന്നലെ ഈ ഒരു വാഹനം മുമ്പോട്ടെടുത്ത് കയറിയപ്പോൾ വിഷ്ണുവിന്റെ നെഞ്ചുവരെ ഈ ഒരു വാഹനത്തിന്റെ മുൻഭാഗം കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഈ ഇദ്ദേഹം ഇരുന്നിരുന്ന സീറ്റ് പുറകിലേക്ക് ചെരിഞ്ഞതുകൊണ്ടാണ് അതിനോടൊപ്പം തന്നെ വിഷ്ണുവും പുറകിലേക്ക് ചെരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു വലിയ ഒരു സമ്മർദ്ദം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ കാലിന് മാത്രമാണ് നിലവിലൊരു പരിക്ക് ഉണ്ടായിട്ടുള്ളത്. കാലിന്റെ മുട്ടിനൊരു ചെറിയ പരിക്കുണ്ട്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. മറ്റ് പരിശോധനകളെല്ലാം തന്നെ നടത്തി. ഈ കാലിന്റെ ഒരു പരിക്ക് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ വിഷ്ണു ഉള്ളത് ഈ ഒരു അദ്ദേഹം പഠിക്കുന്ന വാഴവരിയിലെ സ്വകാര്യ സ്ഥാപനത്തിലാണ് അദ്ദേഹം ഉള്ളത്. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം.